അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ്സാലിഹീൻ 62-ാമത്തെ ഹദീസാണ് ബാബുൽ മുറാഖബ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് നാം പറയാൻ പോകുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല കുന്തു ഖൽഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിലായിരുന്നു. ഒരു യാത്ര പോകുമ്പോഴൊക്കെ നബിത്തങ്ങൾ മുൻപിൽ, അതുപോലെ അനുയായികൾ പിറകിലായിരിക്കുമല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കസിൻ ബ്രദർ കൂടിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. അപ്പോൾ തൻ്റെ സഹോദരനായ ഇബ്നു അബ്ബാസിനോട് ഉപദേശിക്കുകയാണ്, യാ ഗുലാം. ഇബ്നു അബ്ബാസ് സംഭവം സഹോദരനാണെങ്കിലും ചെറിയ വയസ്സാണ്, അതുകൊണ്ടാണ് ഗുലാം, കുട്ടി എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ ചില വചനങ്ങൾ, ഞാൻ ചില ഉപദേശങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫൾക, ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യഹ്ഫൾക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് എന്താണോ കൽപ്പിച്ചത്, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുക, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, സുന്നത്തായ കാര്യങ്ങൾ പരമാവധി ചെയ്യുക. ഇതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. യഹ്ഫൾക എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. എന്താണ് നിന്നെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ? ഇഹ്ഫളില്ലാഹ, അതായത് നീ അള്ളാഹുവിനെ സൂക്ഷിക്കൂ. അങ്ങനെ സൂക്ഷിച്ചാൽ തജിദുഹു തുജാഹക്, അവൻ നീ അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ തന്നെ കാണും എന്ന് പറഞ്ഞാൽ, നമ്മൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വല്ല പ്രയാസവും വരുമ്പോൾ നമ്മുടെ മുൻപിൽ നമ്മെ സഹായിക്കാൻ അള്ളാഹു തആലയുണ്ടാകും. അതാണ് തജിദുഹു തുജാഹക എന്ന് പറഞ്ഞാൽ. നീ അവനെ നിന്റെ മുൻപിൽ കണ്ടെത്തും. നമ്മൾക്ക് എല്ലായ്പ്പോഴും സഹായിക്കാൻ കൂടെ ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. അപ്പം നമ്മൾ നമ്മുടെ എല്ലാ സമയത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മെ എല്ലാ സമയത്തും, നമ്മുടെ കൂടെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകും. ഏത് പ്രയാസം വരുമ്പോഴേക്കും തജിദുഹു തുജാഹക്ക്, നിനക്ക് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നിനക്ക് വല്ലാത്തൊരു കംഫർട്ട്, വല്ലാത്തൊരു സമാധാനം നിനക്ക് ലഭിക്കും. നിൻ്റെ ഏത് പ്രയാസം വരുമ്പോഴും അള്ളാഹു നിന്നെ സഹായിക്കാനുണ്ടാകും. അതാണ് ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക എന്ന് പറഞ്ഞത്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം. അതും അതേ അർത്ഥമാണ്. എല്ലാം അള്ളാഹുവാണ് നൽകുന്നത് എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ഒരു സൃഷ്ടിയോട് ചോദിക്കുമ്പോഴും ആ സൃഷ്ടി അവനെ സഹായിക്കുമ്പോഴും ഇവൻ്റെ മനസ്സിലുണ്ടാകുന്നത് അള്ളാഹുവാണ് എന്നെ സഹായിച്ചത്. ഞാൻ ചോദിച്ചത് സൃഷ്ടിയോടാണെങ്കിലും യഥാർത്ഥത്തിൽ ആ ചോദ്യം അള്ളാഹുവിനോടാണ്. എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ വേണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ ചോദിക്കും ആരോട്? എൻ്റെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറോട്, എൻ്റെ ലൈൻ മാനേജറോട് എനിക്കൊരു പ്രമോഷൻ വേണമെന്ന് ചോദിക്കും. പക്ഷേ ആ ചോദിക്കുന്നത് എൻ്റെ ലൈൻ മാനേജറോടാണെങ്കിലും എനിക്കറിയാം ഈ ചോദ്യം ശരിക്കും ഞാൻ ചോദിക്കുന്നത് കമ്പനിയുടെ ഓണറോടാണ്. അതാണ് ഇദാ സഅൽത ഫസ്അലില്ലാഹ്. നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും അള്ളാഹു തആലയാണ് ഇത് നൽകുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരാൾക്ക് ആരോട് ചോദിക്കുമ്പോഴും അള്ളാഹു എന്ന ഓർമ്മ അവനുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുമ്പോഴൊക്കെ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ഇതും അതേ അർത്ഥമാണ്. നീ എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് ആ സഹായം ലഭിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ആ സഹായം തന്നത് ഏതെങ്കിലും ഒരു സൃഷ്ടിയാണ് എന്നുള്ളത്. അതാരാണ് തന്നത്? അള്ളാഹുവാണ് തന്നത്.
എങ്കിൽ നിന്റെ ചോദ്യം ആരോട് തന്നെ ആയിരിക്കണം? അള്ളാഹുവിനോട് തന്നെ ആയിരിക്കണം. ചോദിക്കുന്ന സൃഷ്ടികളോടാണെങ്കിൽ പോലും ആ ചോദിക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിൽ വേണം, ഇത് അള്ളാഹു തൗഫീഖ് നൽകിയാൽ മാത്രമേ ഈ മനുഷ്യന് എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അത് മനുഷ്യനെന്നല്ല, ടൂൾ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, പല ടൂളുകളും ഉപയോഗിക്കുന്നു. എല്ലായിടത്തും എല്ലാ സഹായവും അത് മനുഷ്യൻ മുഖേനയാണെങ്കിലും സൃഷ്ടികൾ മുഖേന വരുന്ന എല്ലാ സഹായവും അത് അള്ളാഹുവിൽ നിന്നാണ്. നമ്മൾ എന്ത് സഹായം ചോദിക്കുമ്പോഴും യഥാർത്ഥ സഹായം നാം ചോദിക്കുന്നത്, യഥാർത്ഥ മുഅ്മിൻ ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ഡീപ്പ് മീനിങ്ങിലേക്ക് കടക്കുകയാണ്. വഅലം, നീ മനസ്സിലാക്കുക, അന്നൽ ഉമ്മത്ത, ഈ സമൂഹം, ഒരു സമുദായം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വലിയ ഒരു മാൻ പവർ, ലവിജ്തമഅത്ത്, അവർ ഒരുമിച്ച് കൂടി, അല അൻ യൻഫഉക ബിശൈ, നിനക്ക് വല്ല കാര്യവും സഹായം ചെയ്യണമെന്ന് അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു നിന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കണമെന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് അവർ തീരുമാനിച്ചു. അതിനു വേണ്ടിയുള്ള പ്ലാൻ ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. പക്ഷേ അല്ലാഹു തആല പറയുന്നു, ലം യൻഫഉക, അവർ നിനക്ക് ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചാൽ തന്നെ, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, നിനക്ക് അല്ലാഹു തആല നേരത്തെ കണക്കാക്കി വെച്ച, എഴുതി വെച്ച ഒരുപാട് സംഗതികളുണ്ട്. ആ സംഗതി, ആ വിഷയം, അത് നേരത്തെ അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാകും. അല്ലാതെ നിനക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ ഒരുമിച്ച് കൂടി എന്തോ ചെയ്യാൻ തീരുമാനിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം നിനക്ക് ഒരു ഉപകാരം ലഭിക്കാൻ പോകുന്നില്ല. അത് പടച്ചവൻ നേരത്തെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ആ ഉപകാരം ലഭിക്കുകയുള്ളൂ. വഇനിജ്തമഉ, അവർ ഒരുമിച്ച് കൂടുന്നു, അല അൻ യദുറുക ബിശൈഇൻ, നേരത്തെ യൻഫഉക, യൻഫ എന്ന് പറഞ്ഞാൽ ടു ഗീവ് ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് തരാൻ വേണ്ടി. യദുറുക എന്ന് പറഞ്ഞാൽ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ. ലം യദുറുക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്, അവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു തആല നിനക്ക് നേരത്തെ ആ ഒരു ബുദ്ധിമുട്ട് നിനക്ക് ഖദറാക്കിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അത് അവർ ചെയ്തുന്ന കാരണം കൊണ്ടല്ല, പടച്ചവൻ നേരത്തെ കണക്കാക്കിയത് കൊണ്ടാണ്. എന്തിനാണിത് പറയുന്നത്? നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ വിശ്വസിക്കേണ്ടത് എല്ലാം റബ്ബിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഏത് ഉപകാരവും റബ്ബിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഏത് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അത് റബ്ബ് നേരത്തെ തീരുമാനിച്ചത് കൊണ്ടാണ്. ഇവിടെ അതിന് സബബായി, കാരണമായി അല്ലാഹു തആല പല സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട് എന്നല്ലാതെ യഥാർത്ഥ സഹായം ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. എന്നിട്ട് പറയുന്നു, റുഫിഅത്തിൽ അഖ്ലാം, പേനകളൊക്കെ ഉയർത്തപ്പെട്ടു, വജഫത്തി സുഹുഫു, ഏടുകൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ മാഞ്ഞുപോയി, അതല്ലെങ്കിൽ അതൊക്കെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നിനക്ക് തീരുമാനിക്കേണ്ട നിന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, ഇനിയൊന്നും ബാക്കിയില്ല. തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു റിവായത്തിൽ, ഇഹ്ഫദില്ലാഹ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തജിദുഹു അമാമക്. അത് വേറെ റിവായത്താണ്, നിന്റെ മുൻപിൽ. നേരത്തെ പറഞ്ഞല്ലോ, നിന്റെ മുമ്പിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കാൻ അല്ലാഹു തആല നിനക്ക് എല്ലാ സമയത്തും നിന്നോടൊപ്പം ഉണ്ടാകും. എന്നിട്ട് പറയുന്നു, തഅറഫ് ഇലല്ലാഹി ഫിർ റഖായി, നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിൽ ഇതില്ല. നീ അള്ളാഹുവിനെ മനസ്സിലാക്കുക, ഫിർ റഖായി, നിനക്ക് നല്ല സൗഖ്യമുള്ള സമയത്ത്, നിനക്ക് നല്ല കംഫർട്ടായി നല്ല സന്തോഷത്തോടെ നീ ജീവിക്കുന്ന സമയത്ത് നീ അള്ളാഹുവിനെ ഓർക്കുക, നീ അള്ളാഹുവിലേക്ക് മടങ്ങുക. അള്ളാഹുവാണ് ഈ സന്തോഷം നൽകിയത് എന്ന് നീ തിരിച്ചറിയുക. എങ്കിൽ യുഅരിഫ്ക ഫിശ്ശിദ്ദ, അല്ലെങ്കിൽ യഅരിഫ്ക ഫിശ്ശിദ്ദ, നിന്നെ അല്ലാഹു തആല, നിനക്ക് പ്രയാസം വരുമ്പോൾ നിന്നെ അല്ലാഹു തആല മനസ്സിലാക്കും, അല്ലെങ്കിൽ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമല്ല. നീ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, നീ അള്ളാഹുവിനോട് നിസ്കരിക്കേണ്ടത് നിനക്ക് നല്ല സന്തോഷമുള്ള സമയത്തും നല്ല സൗഖ്യമുള്ള സമയത്തും നല്ല ഹാപ്പിനെസ് ഉള്ള സമയത്ത്
നീ നല്ലോണം നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു തആല നിന്നെ വെറുതെ വിടുകയില്ല. നിൻ്റെ ആ പ്രയാസം അള്ളാഹു തആല അകറ്റും. നമ്മൾ സാധാരണ ചെയ്യുന്നത്, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു ബിസിനസ്സിൽ വലിയ കഷ്ടം, പ്രയാസം, ജോലി നഷ്ടപ്പെട്ടു, അപ്പോഴാണ് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ തോന്നുക. അപ്പോഴാണ് നമ്മുടെ ദുആയിലൊക്കെ ആത്മാർത്ഥത കൂടുക. അതേസമയം നല്ല ജോലി നേരത്തെയുണ്ട്, അത് ശമ്പളം ഇങ്ങനെ വരുന്നുണ്ട്, ബിസിനസ് അത് സിസ്റ്റമായി പോകുന്നുണ്ട്, അത് ട്രാക്കിലാണ്, അതിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ദുആയിലൊക്കെ വലിയ ആത്മാർത്ഥത ഉണ്ടാവില്ല. നഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥത വരിക. അതാണല്ലോ യാഥാർത്ഥ്യം. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല വേണ്ടത്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫ്ക ഫിശ്ശിദ്ദ. നീ അള്ളാഹുവിനെ നിൻ്റെ നല്ല സൗഖ്യമുള്ള, നല്ല സന്തോഷമുള്ള സമയത്ത് നീ അള്ളാഹുവിനെ ഓർത്താൽ നിന്നെ അള്ളാഹു താല, നിനക്ക് പ്രയാസം വരുന്ന സമയത്ത് നിന്നെ അള്ളാഹു താല ഓർക്കും. വഅലം, നീ മനസ്സിലാക്കുക, അന്നമ അഖ്തഅക ലം യകുൻ ലിയുസീബക്. നിനക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വരാൻ വെച്ചതല്ല, നീ മനസ്സിലാക്കണം. നീ അള്ളാഹുവിനോട് എനിക്ക് ഇന്ന ജോലി വേണം, എനിക്ക് ഇന്ന ബിസിനസ് വേണം, എനിക്ക് ഇന്ന സ്ഥലത്ത് വീട് വേണം, എനിക്ക് ഇന്ന കാറ് വേണം, എനിക്ക് ഇന്ന പിന്നെ എന്താ പറയുക സ്ഥാനം വേണം എന്നൊക്കെ നീ അള്ളാഹുവിനോട് ചോദിക്കണം. പക്ഷേ ചോദിച്ചത് നിനക്ക് അള്ളാഹു തആല നൽകുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കുക, ലം യകുൻ ലിയുസീബക്, അത് നിനക്ക് തരാൻ അള്ളാഹു തആല നേരത്തെ തീരുമാനിച്ചിരുന്നില്ല. വമ അസ്വാബക, നിനക്ക് കിട്ടി. നീ ചോദിച്ചത് എനിക്ക് ഒരു എഞ്ചിനീയർ ആവണമെന്ന് ആണ് നീ അള്ളാഹുവിനോട് ചോദിച്ചത്. നിനക്ക് കിട്ടിയതോ മെഡിക്കൽ അതല്ലെങ്കിൽ MBBS സൗകര്യമാണ്. വമ അസ്വാബക്ക, നിനക്ക് ലഭിച്ചത് ലം യകുൻ ലിയുഖ്തിയക, അതൊരിക്കൽ നിനക്ക് മിസ്സാകണമെന്ന്, നിനക്ക് നഷ്ടപ്പെടണമെന്ന് അള്ളാഹു തആല നേരത്തെ തീരുമാനിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നിനക്ക് ലഭിച്ചത്. അപ്പം അതുകൊണ്ട് നിന്നെ അള്ളാഹു തആല എവിടെയാണോ നിർത്തിയിട്ടുള്ളത്, ആ നിർത്തിയ ആ ഒരു അവസ്ഥയിൽ നീ ഇഷ്ടപ്പെടുക. അതേസമയം കീപ്പ് ഓൺ ആസ്കിങ് അള്ളാഹ്, നീ അള്ളാഹുവിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു താൻ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുകയും വേണം. വഅലം, നീ മനസ്സിലാക്കുക, അന്നൻ നസ്റ മഅസ്സബ്രി, വിജയം എന്നുള്ളത് അത് ക്ഷമയോടൊപ്പമാണ്. എത്രമാത്രം ക്ഷമയുണ്ടോ അവനാണ് യഥാർത്ഥ വിജയം. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എങ്ങനെയാണോ അള്ളാഹു തആല എന്നെ സ്ഥാപിച്ചിട്ടുള്ളത്, എന്ത് അവസ്ഥയിൽ ഏത് പൊസിഷനിലാണോ എന്നെ അള്ളാഹു തആല നിർത്തിയിരിക്കുന്നത്, അത് എനിക്ക് ഏറ്റവും ബെസ്റ്റായതുകൊണ്ടാണ് അള്ളാഹു തആല ആ അവസ്ഥയിൽ എന്നെ ഇരുത്തിയത്. ഇതിനേക്കാളും നല്ലൊരു പൊസിഷൻ എനിക്ക് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. എനിക്കിതിനേക്കാളും നല്ലൊരു പൊസിഷൻ വരുമ്പോൾ അള്ളാഹു തആല അത് തരുകയും ചെയ്യും എന്ന് ഒരാൾ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വബർ വരുന്നത്. അപ്പോഴാണ് യഥാർത്ഥ സക്സസ്, നസ്ർ, വിജയമുണ്ടാകുന്നത്. വഅന്നൽ ഫറജ മഅൽ കിർബി, അതുപോലെ നമുക്ക് പ്രയാസങ്ങളില്ലാതെ വലിയ സന്തോഷമൊന്നും വിചാരിക്കേണ്ട. വലിയ പ്രയാസങ്ങൾ കഴിയുമ്പോഴാണ് വലിയ സന്തോഷങ്ങൾ വരുന്നത്. ജീവിതത്തിൽ സന്തോഷം മാത്രം ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ് ഈസ് ലൈക്ക് ഇമ്പോസിബിൾ. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പമാണ് എപ്പോഴും നമ്മൾ സന്തോഷത്തെ പ്രതീക്ഷിക്കേണ്ടത്. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിരിക്കണം. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ദുആ ചെയ്യാം. പക്ഷേ യാഥാർത്ഥ്യം അറിയോ, നിങ്ങൾക്ക് എല്ലാ കാര്യവും ഒരിക്കലും എളുപ്പമാകാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ പൈസ ഉണ്ടാകാം, പൈസ ഉള്ളത് കൊണ്ട് ജീവിതം എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട. പൈസ ധാരാളം വരുമ്പോൾ അള്ളാഹു തആല വേറെ വഴിയിലൂടെ നിനക്ക് ഒരുപാട് ഡിഫിക്കൽട്ടി തന്നേക്കാം. അതേസമയം നിനക്ക് പൈസയൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് നിനക്ക് ഇനി പ്രയാസം മാത്രം വരുമെന്ന് വിചാരിക്കേണ്ട. അള്ളാഹു തആല നിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും മറ്റു വഴികളിലൂടെ നിനക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയേക്കാം. ഇറ്റ്സ് ഓൾ അബൌട്ട് സ്വബർ. നീ നല്ല ക്ഷമ വേണം. അതുപോലെ അള്ളാഹുവിൻ്റെ ഖദറിൽ നീ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ വിശാലമായ ഹിക്മത്ത് അത് നാം പൂർണ്ണമായും തലവെച്ച് കൊടുത്ത് അള്ളാഹുവിന് പൂർണ്ണമായ ഒരു സബ്മിഷൻ, അള്ളാഹു തആലയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം.